ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു വിചാരിക്കുന്നു. ഇന്ന് എല്ലാവർക്കും രാവിലെ എന്നും ഒരേപോലെ കാണിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ രാവിലത്തെ കാര്യങ്ങളൊന്നും കാണിക്കാത്തത്. പിന്നെ അതിനുശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഞാനൊരു അടയാണ് ഉണ്ടാക്കുന്നത്. ഇലയിൽ അരിയല്ല കേട്ടോ, ഗോതമ്പ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ശർക്കരയും തേങ്ങയും സാധാരണ പോലെ പഴം തൊടുന്നില്ല കേട്ടോ. പഴം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല പഴുപ്പായപ്പോൾ ഇന്നലെ വൈകുന്നേരം തന്നെ അത് കഴിച്ചു തീർത്തു. അപ്പോൾ ശർക്കരയും തേങ്ങയും ഏലക്കായും കൂടിയിട്ട് മിക്സിയിലൊന്ന് ചതച്ച് വെറുതെ ഗോതമ്പ് ചൂടാക്കിയിട്ട് പരത്തുക. അത്രയേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് കഴിയേ, ഒരു അരമണിക്കൂർ മതി നമുക്കിത് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇല കഴുകാം. ഈ ഇത്ര ഇല പോരാ കേട്ടോ, കുറച്ചും കൂടി ഇല എടുക്കും, കുറച്ച് കൂടുതൽ ഉണ്ടാക്കും. ഇത്ര പോരാ. ഇതിപ്പോൾ 1 2 3 4 5 6 ഇലയുള്ളൂ. ബാക്കി ഇല കേടായിരുന്നു. അപ്പം വേറെ ഇല കുറച്ചും കൂടി എടുക്കും. 2 ഇല കിട്ടി. ഇതിൽ എത്രത്തോളം നല്ലതുണ്ടോ നോക്കാം. നമുക്ക് നല്ല നോക്കിയിട്ട് എടുക്കാം. പലതും കേടാണ്. അതായത് എന്തെങ്കിലും ഈ കറുത്ത കുത്തോ അല്ലെങ്കിൽ ഇതല്ലേ എവിടെയൊക്കെ, അപ്പോൾ ഞാൻ എടുക്കില്ല, അതൊക്കെ മാറ്റാറുണ്ട്. നല്ല തോന്നിയാൽ മാത്രമേ എടുക്കുള്ളൂ. ഇത് കേടാണ്, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇല എടുത്തു. നേരത്തെ അത് നമ്മൾ കഴുകി വെച്ചു. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഈ ഗോതമ്പാണ്. എനിക്ക് അരിനെക്കാട്ടിലും ഇഷ്ടം ഗോതമ്പാണ്. ഉണ്ടാക്കാൻ എളുപ്പമാണ്. പിന്നെ എന്തൊക്കെയാണ് ഇഷ്ടം. അതുകൊണ്ട് അപ്പം നല്ലോണം എല്ലാം ഉറച്ച് കഴുകി നമ്മളിവിടെയൊക്കെ കഴുകിയിട്ടതാട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് ഇത് വെച്ചു എന്ന് വെച്ചിട്ട് ഒരു ബുദ്ധിമുട്ടും ഒന്നുമില്ല. വൃത്തിയുള്ളത് തന്നെയാണ്. നമ്മൾ വാഷ് ബേസിലിട്ടിട്ട് ഇങ്ങനെ ഉടയ്ക്കുന്നുണ്ട്. ഇതിലെന്താ ഈ ചെറിയ കറുത്ത കുത്തെന്ന് വെച്ചാൽ ഈന്തപ്പനയാണല്ലോ ഈ വാഴയുടെയൊക്കെ മുകളിൽ. നമ്മൾ ഇന്നലെ പോയ ഫാമിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഈന്തപ്പന മുകളിലുണ്ടാവും. ഈന്തപ്പനയിൽ നിന്ന് ഒരു തരം ഇങ്ങനെ നമ്മുടെ ഈ തെങ്ങുന്നൊക്കെ വീഴുമ്പോൾ ഒരു കറുത്ത പൊടികൾ വീഴും. അപ്പോൾ അത് വെള്ളം രാവിലത്തെ നേരം മഞ്ഞവെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതും കൂടി ആകുമ്പോഴാണ് ഈ കേട് ഇങ്ങനെ കറുപ്പ് പോലെയൊക്കെ നമുക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളത് കണ്ടെടുക്കില്ല. പിന്നെ കിളികളുണ്ടാവുമല്ലോ, കിളികളിലത് കണ്ടാലും നമ്മൾ എടുക്കില്ല. അപ്പോൾ അവിടെ ആൾക്കാരുണ്ടാവുക ഫാമിൽ. അപ്പോൾ അവർക്ക് മോശമില്ല, നമുക്ക് അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ അവർക്ക് അന്ന് അത് അങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞ ദിവസം കൊടുക്കുന്നത് കാര്യമായിട്ട് എടുത്തില്ല എന്ന് തന്നെ പറയാം. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അവിടുന്ന് അവരുടെ മുന്നിൽ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് എന്താ തോന്നുന്നത്, അവർ പൊട്ടിച്ച് തന്നിട്ട് പിന്നെ നമുക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. പൊട്ടിച്ചിട്ടെല്ലാം മുറിച്ച് തന്നതിന് ശേഷം ഇനി ഒന്നും കൂടി നന്നായിട്ട് കഴുകാം. കുറച്ച് കഴുകുന്നുണ്ട്. ഇലയൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു താമസമില്ല കേട്ടോ അത് ഉണ്ടാക്കാൻ. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് കനണ്ട് ഇട്ടാൽ എടുക്കുമ്പോൾ കുറച്ച് പാട്. നമുക്ക് വേഗം തന്നെ തേങ്ങ എടുക്കാം. തേങ്ങ എടുത്തിട്ട് തേങ്ങ നമ്മൾ കുത്തിയിടാറില്ലേ, അതുപോലെ കുത്തിയിട്ടിട്ട് മിക്സിയിൽ ചതച്ചാൽ മതി. ഉപകാരം അങ്ങനെ പോന്നു. ഇതും കൂടി അങ്ങനെ പോകുന്ന ഒന്നുകൂടി എളുപ്പമായി. അങ്ങനെ പോയില്ല, അങ്ങനെ പോരില്ല. അല്ല അത് കൊട്ടത്തേങ്ങ പോലെ ഇട്ടോ. അഞ്ച് ഏലക്കായ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം കളർ ഏലക്കായ അല്ല ഉണ്ട്, നല്ലപോലെ ഉണ്ട്. അപ്പോൾ 2 4 5 ഏലക്കായ എടുത്തു.
ഇത്രയും തേങ്ങ എടുത്തോട്ട് അരമുറിയും പിന്നെ ഒരു കുറച്ചും കൂടി 1/4 മുറി തേങ്ങ എത്ര ഇട്ടാലും രസമല്ലേ അല്ലേ. ഇത് ഒരുപാടൊന്നും ഉണ്ടാവില്ല, നമ്മൾ ഉള്ളോണ്ട് ഒപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മളൊരു ഇല വെച്ചു. ഇല വെച്ചിട്ട് നമ്മൾ ചതയ്ക്കുന്നത് ഇലയിട്ടേക്ക്. ഏലക്കായൊക്കെ ചതഞ്ഞു, തേങ്ങയെല്ലാം ചതഞ്ഞില്ല. ഏലക്കായ നല്ല പോലെ ആയി. തൊലി കളയാറുണ്ട് ഞാൻ പലപ്പോഴും കേട്ടോ, കഴുകുകയും ചെയ്യാറുണ്ട്. തൊലി കളഞ്ഞിട്ട് ഉള്ളിലത്തെ മാത്രം എടുക്കാറ്. പക്ഷെ ഇന്ന് ഞാൻ ചെയ്തില്ല. ഞാൻ ചെയ്യുന്നത് നല്ലതെന്നല്ലേ പറയുന്നത്. ഏലകൃഷിയുള്ളവർക്ക് അറിയുണ്ടാവും മരുന്ന് ചേർക്കുന്നുണ്ടോ, മരുന്ന് അടിക്കാറുണ്ടോ എന്നുള്ളതൊക്കെ. എനിക്കറിയില്ല. എനിക്ക് കേട്ടിട്ടുണ്ട് കളയുന്നത് നല്ലതാണെന്നുള്ളത്. കളയാറുണ്ട്. ഇന്നിപ്പോൾ എന്തോ ഒരു ബോധത്തിൽ അങ്ങനെ ഇട്ടതാണ്. വളരെ സോഫ്റ്റ് ആവുമൊന്നും വേണ്ട, കുറച്ച് തരിയോട് അത് ഒന്നുകൂടി സോഫ്റ്റായി തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വേഗം എടുത്തത്. അപ്പോൾ ആയിട്ടുമില്ല, മര്യാദയ്ക്ക് നോക്കാം. ഇനി നമുക്ക് ഗ്യാസിലേക്ക് നമ്മൾ സാധനങ്ങൾ വെക്കണം. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഇതിലേക്ക് ഉണ്ട് പോരണുണ്ടോ. ഒരു പാത്രം വെള്ളം എടുക്കാം. നമ്മൾ ഉണ്ടാക്കുന്നത് ചോറ് കട്ടിയുള്ള ഒരു പാത്രം എന്നുള്ളതാണല്ലോ, അത്രയും ഒഴിച്ചു കൊടുക്കാം. അതിലത്തെ തേങ്ങ ചതച്ച കാര്യങ്ങളൊക്കെ എനിക്ക് പോരൂലെന്ന് വിചാരിച്ച് മാത്രമേ ഇതെടുത്ത് തോന്നിയുള്ളൂ കേട്ടോ. വെള്ളം ഒഴിക്കണം. അടക്കി മാവ് എന്ന് പറയുന്നത് അതിൻ്റെ ഇത് ഉണ്ടാക്കാൻ എന്താ പറയുക, അതിൻ്റെ സാധാരണ എടുത്തിട്ട് തേങ്ങ എടുക്കാറ്. ഇതാ ഇത്ര ഉപ്പ് നമ്മൾ എടുക്കുന്നുണ്ട്. അത് അത്യാവശ്യം മധുരം ആയിക്കോട്ടെ, ഗോതമ്പിൻ്റെ ഇടയല്ലേ, അപ്പോൾ അത്യാവശ്യം മധുരം ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. സാധനങ്ങളൊന്ന് വാഷ് ചെയ്യാറുണ്ട് കേട്ടോ. അത് ഇത് ഉള്ളിലത്തെ പോയിട്ടല്ല, എന്നാലും പുറത്തുനിന്ന് അയച്ച് നോക്കാതെ സൂക്ഷിച്ചൊന്ന് വാഷ് ചെയ്തു. അതിനുശേഷം ഇനി നമ്മൾ എന്തെങ്കിലും കല്ലോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ പണ്ടേ ചെറുതാകുമ്പോൾ മുതലേ അട പരത്തി കൊടുക്കാൻ അമ്മയ്ക്കൊക്കെ നിൽക്കും, അമ്മമ്മയുടെ കൂടെയൊക്കെ. അപ്പോൾ നമുക്ക് അട ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. അപ്പോൾ നമ്മുടെ ഗോതമ്പൊടി ഇട്ടാണ്. ഈ ഗോതമ്പൊടിയുള്ള എല്ലാം കസർത്തൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ 20 കിലോ ഗോതമ്പൊടി ഉണ്ടാക്കിയില്ലേ, അപ്പോൾ ഇതിനോട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുണ്ട്. അതാണ് കേട്ടോ, എല്ലാം ഗോതമ്പ് തന്നെ. ചിലപ്പോൾ ഉച്ചയ്ക്കും ഗോതമ്പാവും. ഇനി നമുക്കത് ഓഫ് ചെയ്യാം കേട്ടോ. അതിന് തള വരുന്ന വെള്ളത്തേക്കാണ് നമ്മൾ ഇട്ടത്. ഇത് പൊടി മതിയാവും എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു പോരെ. ഇത് വെള്ളം കറക്റ്റ്, നമ്മൾ ആദ്യം എടുത്ത വെള്ളമൊക്കെ കറക്റ്റ് തന്നെയാണ് കേട്ടോ. കണ്ടില്ലേ, കറക്റ്റാണ്. വേണമെങ്കിൽ 2-3 മിനിറ്റ് അടച്ച് വയ്ക്കാം. അപ്പോൾ വെള്ളം ഒന്ന് ചെറുതായിട്ട് ഗോതമ്പ് അധികം അബ്സോർബ് ചെയ്യില്ല. എന്നാലും അരിയാണെങ്കിൽ എന്തായാലും അടച്ച് വെക്കണം കേട്ടോ. 5 മിനിറ്റ് അടച്ച് വയ്ക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ വാങ്ങുന്ന അരിപ്പൊടി പോലെ ഇരിക്കും, അതിൻ്റെ എത്രത്തോളം വെള്ളം അബ്സോർബ് ആവും. 1-ന് 2 എന്നൊക്കെ പറയുമല്ലോ, അല്ല 2 ഗ്ലാസ് വെള്ളത്തിന് 1 ഗ്ലാസ് അരിപ്പൊടി എന്നൊക്കെ. ഗോതമ്പാകുമ്പോൾ കുഴപ്പമില്ല. ആണെങ്കിൽ നമുക്കൊന്നും കൂടി. പിന്നെ ഇത് ഞാൻ കൈകൊണ്ട് ഇനി അങ്ങനെ കുഴക്കൊന്നുമില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ചൂടാവുമല്ലോ, ഇപ്പം തന്നെ നമ്മളുണ്ടാക്കും ആ ചൂടോട് കൂടിയിട്ട് തന്നെ. അപ്പോൾ അതാണ് എളുപ്പം. നമുക്ക് വളരെ വേഗത്തിൽ ഇതായി കിട്ടും.
ഈ സാധനങ്ങൾ ഒരുക്കുന്ന പണി മാത്രമേ ഉള്ളൂ. ഇത്രയേ. വെളിച്ചെണ്ണയൊന്നും ആവശ്യമില്ല കേട്ടോ. ശർക്കര നമ്മൾ എല്ലാം അങ്ങനെ ചതച്ചെടുത്തു കേട്ടോ. തേങ്ങയും ശർക്കരയും കൂടിയിട്ടുണ്ട്. എല്ലാം കൂടിയിട്ട് ഇങ്ങോട്ട് എന്താ പറയുക, എല്ലാം കൂടിയിട്ട് ഇങ്ങോട്ട് കൂട്ടി കുഴയ്ക്കുക. അത്ര തന്നെ. അവിടെ ഉണ്ടാക്കാൻ ആർക്കും അറിയുമുണ്ടാവില്ല. ഏറ്റവും എളുപ്പമാണ്. പക്ഷെ നമ്മൾ ചിലപ്പോൾ നേരങ്ങളിൽ മടിക്കുന്നത് മാത്രം. നമ്മൾ ബ്രെഡും ഒക്കെ കഴിക്കാൻ ശ്രമിക്കും. എല്ലാം കൂട്ടി കുഴച്ചു. ശർക്കരയും തേങ്ങയും എല്ലാം കൂട്ടി കുഴച്ചിട്ടുണ്ട്. വേഗം വെള്ളമൊന്നും വരില്ല. അപ്പോഴേക്കും നമ്മളിത് പരത്തിയൊക്കെ ആവും. പൊടി എടുത്തിട്ട് നമുക്ക് ഈ മധുരം പിടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാം. കട്ടുണ്ടോ? കുറച്ച് വെള്ളം കുറഞ്ഞു. അപ്പോൾ ഇല്ല, താഴെ പോയാലുള്ള കുഴപ്പം ഉറുമ്പ് അങ്ങനെ വരുമെന്ന പേടി. നമ്മളിതിൽ വയ്ക്കുക. ഇങ്ങനെയുള്ള നമ്മൾ അവിടെ ഉണ്ടാക്കുക. വെള്ളം കയ്യിൽ തൊടുമല്ലോ. ഇത് വാഷ് ബേസിൻ്റെ ഇത്രയും അടുത്ത് നിന്നിട്ട് ഉണ്ടാക്കുന്നതിൽ ഒന്നും തോന്നരുത്. അത്രയും നമ്മൾ ക്ലീൻ ചെയ്ത വാഷ് ബേസാണ്. ഇന്ന് രാവിലെ എണീറ്റ് ആദ്യത്തെ പണി വാഷ് ബേസ് അത്രയും നന്നായിട്ട് കഴുകും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന ബാക്ടീരിയ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ലിക്വിഡും കെമിക്കലൊക്കെ ഉപയോഗിച്ച് പിന്നെ വേറെ ആരും ഇതിലിവിടെ വന്ന് തുറക്കാനൊന്നുമില്ല. നമ്മൾ തന്നെയല്ലേ ഉള്ളൂ, ഞാൻ തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ വേറെ ആരും വന്ന് ഈ ഒരു പ്രവൃത്തിക്കല്ലാതെ വേറെ ആരും വന്ന് തുറക്കൊന്നുമില്ല. അപ്പോൾ അതൊക്കെ നീറ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ കഴുകി ഒഴിവാക്കാനും ഒന്നും കൂടി സുഖമാണ്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ്. ഇങ്ങനെയില്ലേ അധികം അട വയ്ക്കാറ്. എങ്ങനെ വയ്ക്കാനുള്ളൊരു കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും അടിയിലത്തെ തട്ടിൽ തന്നെ 3 എണ്ണം വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്. അപ്പോൾ നമുക്കിപ്പോൾ ഭംഗിനെക്കാട്ടിലേറെ കുറച്ച് സൗകര്യം കൂടി നോക്കണ്ടേ. നമ്മൾ ഇല എങ്ങനെ മടക്കിയാലും നമുക്ക് തുല്യമല്ലേ. അപ്പോൾ അത് ഇങ്ങനെ പരത്തിയാൽ കൂടുതൽ എന്താ പറയുക, അതിൻ്റെ വിടുത്ത് കൂടുതലല്ലേ. അപ്പോൾ ഇങ്ങടാണെങ്കിൽ കണ്ടില്ലേ ഇത്രയല്ലേ വന്നുള്ളൂ. മറ്റെങ്ങനെയാകുമ്പോൾ ഇത്രയും വരും. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ നമുക്ക് അതിൽ വെക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. 4 താഴത്തെ തട്ടിൽ തന്നെ നമ്മൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കും. സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. ഒട്ടും ലീക്കാവുണ്ടല്ലോ. ശർക്കര ഉണ്ട് അത്യാവശ്യം നല്ല നന്നായിട്ട് ഉണ്ട്. ഗോതമ്പടി ആകുമ്പോൾ ഇപ്പോൾ ഒരു പോയിൻ്റ് ശർക്കര മുന്നിൽ നിർത്തണം. എല്ലാ സൈഡും ഒട്ടിച്ചുവിട്ട് നമ്മൾ അപ്പോൾ എന്താ പറയുക, പരത്തുമ്പോഴുള്ള വ്യത്യാസമുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തട്ടിക്കൊടുക്കാം. ഇത് നല്ല വലിപ്പമുണ്ടല്ലോ കിട്ടാം. മുകളിൽ തട്ട് വയ്ക്കാനുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ എന്നാലും കയറും 3 എണ്ണം. നമുക്ക് കയറ്റം നോക്കണം. രണ്ടാമത്തെ ഇത് രണ്ടാമത്തെ കേട്ടോ. ഒരു 5-8 അടേ ഉണ്ടാവുള്ളൂ. ഇല ഫുള്ള് വേണ്ടി വരും തോന്നുന്നില്ല. ഇവിടെ ചെറിയ മുളക്ക് ഇഷ്ടമല്ല. ഓക്കെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. സെക്കൻഡ് രണ്ടാമത്തെ കേട്ടോ. അപ്പോൾ അത് നമ്മൾ മറ്റു തരത്തിൽ തന്നെ എടുക്കുമായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്കിതിൽ 2 എണ്ണം കൊള്ളിപ്പിക്കാൻ പറ്റില്ല. ഇവിടെ നമുക്കൊന്ന് നമ്മൾ ശ്രദ്ധിക്കണം. മറ്റേ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കും. നമുക്ക് ഇല കട്ട് ചെയ്തതിൻ്റെ വ്യത്യാസം. മടക്കി ഇനി നമുക്ക് ഒരു എളുപ്പത്തിൽ അട പരത്തുന്നൊരു മാർഗം കാണിച്ചു തരാം. ഇത് ഞാൻ വെള്ളം കുറച്ച് കുറവുണ്ടോ ചോദിച്ചാൽ കുറവുണ്ട്. ഒരു പോയിൻറ്റും കൂടി കൂടുതലാക്കാൻ വേണമെങ്കിൽ നമ്മളിങ്ങനെ പരത്തുമ്പോൾ ഇത് ഞാൻ കൂടുതൽ പരത്താൻ കാരണം ഉണ്ടായിരുന്നു. കൂടുതലല്ല, വെള്ളം കുറവാന്ന് ആദ്യം തോന്നി കുറവാന്നുള്ളൂ. പിന്നെ
ഞാൻ വെള്ളം ആക്കാത്തതിന് ഒരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എടുക്കുക, വെള്ളം കുറച്ചിട്ട് നമ്മൾ അവിടെ എടുക്കുക. കാരണം നമ്മൾ നല്ല തിളയ്ക്കുന്ന വെള്ളത്തേക്കാണ് പൊടി ഇടുന്നത്. അതുകൊണ്ട് ഒരിക്കലും അത് സോഫ്റ്റ് ലൈമൊന്നും വരില്ല കേട്ടോ. പക്ഷേ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിങ്ങനെ പരത്തുന്ന കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമുക്കൊരു 10 മിനിറ്റ് നമ്മുടെ മുന്നിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതിവിടെ കൊണ്ട് വയ്ക്കുക. ഇതിവിടെ കൊണ്ട് വെച്ചിട്ട് ഇതിൽ മടക്കുക. ഇങ്ങനെ മടക്കാം. ഇങ്ങനെ മടക്കിയതിന് ശേഷം നമ്മൾ മടക്കിയിട്ടാൽ നല്ല ബലമാണ്. ഇത് ഇത്രയും കട്ടിയാണല്ലോ, ഭാഗത്തേക്കൊന്നുമില്ല. നമ്മളിതിനെ ആക്കി കൊടുത്ത് ഇതിങ്ങനെ പരത്തി കൊടുക്കുക. ഇത് വെള്ളം നിറയുണ്ടെങ്കിൽ ശർക്കര അപ്പോൾ പുറത്തേക്ക് ഒലിച്ചു വരും. എന്തെങ്കിലും ഇപ്പോൾ ഈ പാത്രം കൊണ്ടൊക്കെ നമുക്ക് സുഖമായിട്ട് പരത്താം. ചപ്പാത്തി കോല കൊണ്ട് പരത്താം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇല ഒന്ന് വാടിയിട്ടുണ്ടാവണം കേട്ടോ, മറ്റേത് ഇല പൊട്ടും. ഇങ്ങനെ പതുക്കെ അപ്പോൾ എല്ലായിടത്തേക്കും ഏകദേശം തുല്യമായിട്ട് ഇങ്ങോട്ട് വരും. കണ്ടില്ലേ? അത് ഞാൻ മടക്കിയത് ശരിയായില്ല, അതുകൊണ്ടാണ് കുറച്ച് ശർക്കര പുറത്തേക്ക് വന്നത്, അല്ലെങ്കിൽ ഒരു തുള്ളി വരില്ല. ഇച്ചിരി കട്ടിയിലുള്ള അടയാണ് കിട്ടുക, അത്രയും സോഫ്റ്റ് ആവില്ല. അങ്ങനെ ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഗോതമ്പടയൊക്കെ ആകുമ്പോൾ കുറച്ച് കട്ടിയായാലും നമുക്ക് കുഴപ്പമില്ല, സമയമില്ല എന്നങ്ങനെ ഉണ്ടാക്കണം തോന്നുകയാണെങ്കിൽ ഇതങ്ങനെ വെച്ചിട്ട് ആ കല്ലോണ്ടോട്ടെ സൈഡ് വരെ എത്തിയില്ലേ, പരത്താൻ വലിയ പാടുന്നില്ല. അപ്പോൾ വെള്ളം കുറച്ചിട്ട് നമ്മളാക്കണം. ഞാനിങ്ങനെ ആക്കാറുണ്ട് കേട്ടോ, മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് രണ്ടാമത്. പിന്നെ ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാം, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമുക്ക് പരത്തേണ്ട കാര്യമൊന്നുമില്ല. അട ഉണ്ടാക്കാൻ ആർക്കും അറിയാതിരിക്കേണ്ടതായ ഒരു കാര്യമില്ല. ഇനി ആണെങ്കിൽ സൈഡ് വേണമെങ്കിൽ കുറച്ചൊരു ഗോതമ്പ് പൊടി എടുത്ത് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, പൊറോട്ട അല്ല എന്താ പറയുക, ബിരിയാണിക്ക് ദമ്മൊക്കെ ഇടുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെയല്ലേ. ഇത് പരത്താൻ ഉള്ളവരുടെ കാര്യമായിട്ട് കൈ കടച്ചിലോ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഉണ്ടാക്കാതിരിക്കേണ്ട കാര്യമില്ല. ഇതങ്ങനെ ഒരു മാർഗ്ഗമാണ് യൂസ് ചെയ്താൽ മതി. ഇതൊരു ടിപ്പായിട്ട് നോക്കണേ, എല്ലാവർക്കും അറിയരുത്. ഇതാണോ നിങ്ങൾ പറയണമെന്നൊന്നും ചോദിക്കരുത് കേട്ടോ. തട്ടി വയ്ക്കാം. വേണമെങ്കിൽ അടിയിൽ തന്നെ വെക്കാം, കുറച്ച് കട്ടിയുള്ളതല്ലേ. അപ്പോൾ ഇനി അത് വേവാതിരിക്കണ്ട, അടിയിൽ വെച്ചാൽ പിന്നെ എന്തായാലും വേവൂലോ. വീഡിയോയ്ക്ക് ലെങ്ത് ആക്കുന്നില്ല. നമ്മൾ ഇത് എല്ലാം ഇഡ്ഡലി പാത്രത്തിൽ ആവി കയറ്റിയിട്ട് കഴിക്കുമ്പോൾ വീഡിയോ ഫൈനൽ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇനി വീഡിയോ നമ്മൾ ഒരുപാട് നീട്ടുന്നില്ല. അട റെഡി ആയിട്ടാണ്. കുറച്ച് നേരം വേണ്ടായിരുന്നു. കൊള്ളാലോ. എല്ലാം മാറ്റണോ? അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ചോറ് വയ്ക്കുന്നത് കേട്ടോ. ചോറും ഉച്ചഭക്ഷണം ഉണ്ടാക്കുന്നത്. ഇന്ന് ബസ്മതി റൈസാണ് കേട്ടോ വെക്കുന്നത്. കാരണം ഇന്നലെ നമുക്ക് അരി തീർന്നിട്ടുണ്ടായിരുന്നല്ലോ, പിന്നെ അരി വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇടയ്ക്ക് ബസ്മതി റൈസ് വെക്കാറുണ്ട്. അപ്പോൾ അത് വെക്കാനുള്ള ശ്രമം അരമണിക്കൂർ കുതിർത്തിയതിന് ശേഷമാണ് വയ്ക്കാറ്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കറിക്കുള്ള ഡാലും കുതിർത്തുന്നുണ്ട്. അരിയാണെങ്കിലും ഡാലാണെങ്കിലും അരമണിക്കൂർ കുതിർത്തിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് വീണ്ടും വെള്ളം മാറ്റി കൊടുക്കുകയും ചെയ്യും. അതിന് ശേഷമാണ് കുക്ക് ചെയ്യാറ്. പിന്നെ അതിനോടൊപ്പം തന്നെ ചീര റെഡിയാക്കുന്നു. ചീരയും പരിപ്പും തേങ്ങ അരച്ചിട്ട് കറി വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് മീനുണ്ട്. യഥാർത്ഥത്തിൽ അതൊന്നും വീഡിയോ പിടിച്ചത് ഇതിൽ വീഡിയോ ഓണായില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത് കുറച്ച് ഞാൻ വീഡിയോ ഓണാക്കി വെച്ചു എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അത് ഓണായില്ല. പിന്നെ അവസാനം എഡിറ്റിംഗ് നോക്കുന്ന സമയത്താണ് ഇത് ഓണായില്ല എന്നുള്ളത്. എന്തോ ഞാൻ ഓണാക്കാൻ വിട്ടുപോയി, എന്തോ അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് കറി ഇതോടുകൂടി നമ്മുടെ കുക്കിംഗ് നിർത്തും. പിന്നെ ലഞ്ച് പിന്നെ എടുക്കുന്ന സമയത്ത് പിന്നെ അതുകൊണ്ട് കാണിക്കാൻ നിന്നില്ല. ഹീമോഗ്ലോബിൻ ലോ ഉണ്ട്, അതുകൊണ്ടാണ് ഇലക്കറികൾ കഴിക്കാൻ ശ്രമിക്കുന്നത്. കുറേ ആയിട്ട് കഴിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ വീണ്ടും മുരിങ്ങയാണെങ്കിലും ചീരനും കഴിക്കാൻ ശ്രമിക്കാൻ തുടങ്ങാൻ പോവുകയാണ്. കാരണം ഹീമോഗ്ലോബിൻ ലോ ഉണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരാറുണ്ട്. അപ്പോഴൊക്കെ നല്ലോണം കഴിക്കും, പിന്നെ വീണ്ടും നിർത്തും. ഈത്തപ്പഴമാണെങ്കിലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വീണ്ടും നിർത്തും. അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് വെച്ചത്. കുറച്ച് വെക്കുന്നുള്ളൂ ചോറ്. നമുക്ക് ഉച്ചയ്ക്ക് മാത്രമേ വെക്കുന്നുള്ളൂ.
ലഞ്ച് കാണിക്കാൻ പറ്റാത്തതിന് സോറി. പിന്നെ ലഞ്ച് കഴിഞ്ഞ് നമ്മൾ വേഗത്തിൽ തന്നെ 4 മണിയാകുമ്പോൾ തന്നെ സിറ്റി സെൻറ്റർ പോവുകയാണ്. അപ്പോൾ ഇന്നലെ പോകേണ്ടതായിരുന്നു, ഇന്നലെ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഷൂ, പിന്നെ ചെരുപ്പ്, ബാഗ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എല്ലാം വാങ്ങാനുണ്ട്. അപ്പോൾ ഓഫറും ഉണ്ട്. നാഷണൽ ഡേ ആണ്, ഒമാൻ്റെ നാഷണൽ ഡേ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഏത് അതാകുമ്പോൾ നിൽക്കും ഉണ്ടല്ലോ. ഈ ബ്രാൻഡ് ഏതാ ബ്രാൻഡ്? പല കാര്യമുണ്ട്. വേണ്ട, അത്രേ ഉള്ളൂ. ഞാൻ അതാ പറഞ്ഞേ ഓൺലൈനിൽ വാങ്ങിക്കേണ്ടി വരുമെന്ന്. അവിടെ ഉള്ളൂന്ന് വിചാരിച്ച് നമ്മൾ തിരിച്ചു പോരുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓൺലൈനിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. വീടിനെ ഓൺലൈനിൽ നോക്കിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരോട് കൗണ്ടറിൽ ഓൺലൈനിലുള്ള എല്ലാം ഇവിടെ സ്റ്റോക്ക് കാണുന്നില്ല, അങ്ങനെ അതിനെക്കുറിച്ച് നമ്മൾ സംശയം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സെൻറ്റർ പോയിൻ്റ് ഉള്ളിൽ കൂടെ അപ്പുറത്തേക്ക് പോയാൽ മതി, അവിടെ കുറേ കളക്ഷൻസ് ഉണ്ട്. നല്ല ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണ് തോന്നുന്നു. ഇത് ഓൺലൈനിൽ കണ്ടില്ല. ഇല്ല, മറ്റേ നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാം. ഇത് മറ്റേ പിക്നിക്കിന് ബീച്ച് ടൈപ്പാ. അതിനുള്ളിൽ 45% 9 റിയാൽ ഇപ്പോൾ. ده الجباس 40 و40 ممكن فريشلي. ബാഗുകളൊക്കെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. എല്ലാം നല്ല ഓഫറുണ്ട് കേട്ടോ. 20 മുതൽ 70 വരെ ഓഫർ പറയുന്നുണ്ട്. പക്ഷേ 70 ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ ഇതുവരെയും പറ്റിയിട്ടില്ല കേട്ടോ. അധികം 20, 30, 25, അപൂർവം ചിലത് മാത്രമേ 40 അങ്ങനെയൊക്കെ ഉള്ളൂ. 50ൻ്റെ കുറച്ച് ഐറ്റംസ് വേറെ വെച്ചിട്ടുണ്ട് അവർ. പക്ഷേ ഇതൊക്കെ ഈ കാണിക്കുന്നതൊക്കെ 50 കേട്ടോ. പക്ഷേ എനിക്ക് കുറച്ച് വലിപ്പത്തിലുള്ള ബാഗ് തന്നെ വേണം. കാരണം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ ഒരു കാര്യത്തിന് വേണ്ടി പോകുന്ന സമയത്ത്, യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നും വെക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. കേട്ടോ സെറ്റ് എങ്ങനെയാണെന്ന് അറിയുന്നു. ഗ്ലാസ് ഈ മാർബിളിൻ്റെ ഒക്കെ പോലെ. ഞാൻ പറയണ്ടത് വാങ്ങിക്കാൻ. അതിനുള്ളിൽ നിറച്ചിരിക്കുക തോന്നുന്നു. ഇത് ഒരേ ബ്രാൻഡാ, ഒരു കളറാ, 2 കളറാന്നേ ഉള്ളൂ. അതാ കൂടുതൽ ഭംഗിയൊന്നും. പക്ഷെ ചളിയാവോ വെച്ചിട്ട് ഇത് വാങ്ങിക്കാൻ പറഞ്ഞേ. പക്ഷെ ബ്രാൻഡ് വ്യത്യാസമുണ്ട്. ഇതാണ് ഈ ബ്രാൻഡാണ് ഞാൻ പറഞ്ഞത്. 20 റിയാലിനോ? അല്ല, 13 റിയാൽ നമ്മൾ ഞാൻ പറഞ്ഞു വാങ്ങിക്കാന്ന്. ചെത്തി അത് സാഷ എന്ന് പറഞ്ഞ ബ്രാൻഡാ അല്ല തോന്നുന്നു. ഇതാ ഈ സംഭവവും ഞാൻ ഓൺലൈനിൽ പറഞ്ഞു. ഈ ബ്ലാക്ക് ഇതാണ്. ഇതെത്രയാ? 1 മിനിറ്റ്. ഇവിടെ ഇത് തന്നെ. 30% ഓഫർ.
ഇതല്ലേ പതിനാറ് 16 റിയാല് 16 റിയാലുമ്പോൾ $58 റിയാല് 58% 15 റിയാലിന് ഇപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. ഇതൊരു ബാഗ് പോലില്ല, ഒരു കവർ കിട്ടാം. ആ സ്റ്റീവ് റേഷൻ കടയിൽ പോയില്ലേ? ആ ഇതൊക്കെ പക്ഷെ ഇത്തിരി ആഘോഷം ഇത് വേണ്ട, ആ രസമില്ല, സ്റ്റാൻഡേർഡ് ഇല്ലാത്ത. ഇല്ല. ഇതൊക്കെ ഇതിന്റെ വള്ളിയും വിഷം കഴിക്കുന്നുണ്ട്. കുഴപ്പമില്ല, നല്ല രസമുണ്ട്. ഞാൻ ഈ പറഞ്ഞൊക്കെ എല്ലാവരും കേട്ടി. ഓ മിനിറ്റ്, ഇത് ഗ്യാപ്പിന് നോക്കി നോക്കൂ. ഗ്യാപ്പിന് അല്ല, ഗ്യാപ്പ് ബ്രാൻഡ്. ഇതെങ്ങനെയുണ്ട്? ഇതല്ല, ലെതറൊന്നും ആവില്ല ഇത്. എന്താ ഹങ്കായം പുതിയ ബാഗ് ഇട്ടിപ്പിക്കും നോക്കിയിരിക്കുന്നത്. അപ്പോ ലോക്ക് ഇട്ടു. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ് ഓൺ എ ന്യൂ ബാഗ്. എത്ര ഈ നിമിഷത്തെ പറയാലോ. എന്താ ഗസ്? അയ്യോ എന്താ ഗസ് ഒക്കെ? ഇത് ഓപ്പണായി, ഇത് ലോക്കായി. ഓപ്പൺ. ഇത് വിട്ടുനോക്കൂ, അപ്പൊ മനസ്സിലാവില്ലേ? ഓക്കെ. ഏത് സൈഡിലേക്ക് തിരിക്കാം? എങ്ങോട്ടും തിരിക്കാം. ഇനി വിട്. ഡോറ് പൂട്ടും പോലെ എന്നിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടി 10 ദിവസം എൻ്റെ കയ്യിൽ പോയി. അല്ല, നാളെ ഹാൻഡ് ബാഗ് കൊണ്ടും മറ്റേ പറഞ്ഞ പിന്നല്ലാണ്ട് എന്നും തീരുമാനിച്ചതാ. ഈ ഗസ്റ്റൊക്കെ നോക്കിയേ, ഇതൊക്കെ സെയിലെടുക്കുന്ന. അത് കൊള്ളാം, പക്ഷെ അത് ലൂയി വിറ്റോൻ്റെ സാമ്യം ഉണ്ട് ഇനി, അതുകൊണ്ട് വാങ്ങിക്കാൻ കണ്ട. ഇത് 16 റിയാല്. ഇത് തീരെ സൗകര്യം കേട്ടോ മോളെ. ഇത് 70 റിയാലിന് വാങ്ങാം. കണ്ടില്ലേ? പതിനാണ് അതിന്റെ ലോക്ക് വരുന്നത്. അതിന് വേണ്ടി തുറന്ന ചോര. ഭംഗിയില്ല, സ്റ്റാൻഡേർഡ് ഇല്ല, വലിപ്പമുണ്ടായിട്ട് കാര്യമില്ലല്ലോ. സ്റ്റാൻഡേർഡ് ഇല്ല, ഇത് സ്റ്റാൻഡേർഡ് അതിനെ. മാറും. ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടുള്ള ഷോപ്പാണ്. ഇവിടെ നല്ല ഭംഗിയുള്ള സാധനങ്ങളുണ്ട്, കാണുമ്പോൾ തന്നെ അറിയുന്നില്ലേ, നല്ല രസമുണ്ട്. ഓഫറുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഈ ബാത്റൂമിലൊക്കെ വെക്കുന്ന ഒരു ടൈപ്പ് സാധനങ്ങളും അതൊക്കെ കണ്ടില്ലേ, ഡെക്കോർ ഐറ്റംസ് പോലത്തെ. പിന്നെ ഇതൊക്കെ എന്താണെന്ന് അറിയാമല്ലോ, നല്ല ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ ബാഗും ഷൂവിന് വേണ്ടി കുറേ നേരം നിന്നിട്ട് സമയം കുറേ പോയി, പക്ഷേ സൈസ് കിട്ടിയില്ല. ലീ കൂപ്പറിൻ്റെ നല്ല ഓഫറുകൾ ഉണ്ടായിരുന്നു. 50%, 40%, 60% അങ്ങനെ ഓഫറുകൾ ഉണ്ടായിരുന്നു. പക്ഷേ സൈസ് കിട്ടാത്തതുകൊണ്ട് വാങ്ങാൻ പറ്റിയില്ല. ഫ്രൈഡേ പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ കിട്ടുമായിരുന്നു. ഇതെന്താവും? അതിന് മോള് എഴുതിണ്ടാവുമല്ലോ, 51 സോപ്പ് ഡിഷ്. എത്ര? 51 റിയാൽ ഓഫറാണ്, 51%. ഉണ്ടൊരു അങ്ങനെ നമ്മൾ അവിടുന്ന് ഷോപ്പിൽ നിന്ന് തിരിച്ചു പോരാൻ കേട്ടോ. അപ്പം അങ്ങനെ പോരുന്ന വഴിക്ക് പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചു പോരാൻ തുടങ്ങുമ്പോഴാണ് തൊപ്പി കാണുന്നത്. ഗുഡ് മോർണിംഗ് എഴുതിയിട്ട് അവിടെ റാക്കിലിരിക്കുകയായിരുന്നു.
അപ്പോൾ അത് കുറേ ദിവസമായി അങ്ങനെ എഴുതിയ തൊപ്പി വേണമെന്ന് പറയാൻ തുടങ്ങിയിട്ട്, പക്ഷെ നമ്മൾ വാങ്ങിയില്ല അത്. ഇപ്പോൾ വാങ്ങിയിട്ട് ഇപ്പോൾ സ്റ്റോക്ക് തണുപ്പൊക്കെ വരുമ്പോഴേക്കില്ല. അങ്ങനെ ഞാൻ ഈ ബാഗാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ അത് ബില്ലടിക്കാൻ നിൽക്കുകയാണ്. വേറെ ഒന്നും വാങ്ങിയില്ല കേട്ടോ, കാരണം ഞാൻ പറഞ്ഞില്ലേ ഷൂ സൈസ് കിട്ടിയില്ല. ഉദ്ദേശിച്ച സാധനങ്ങൾ ഷൂവും ചെരുപ്പും ബാഗും ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ബാഗ് വാങ്ങി. പിന്നെ നമ്മൾ സിറ്റി സെൻറ്റർ കയറിയിട്ട് നമ്മൾ കാര്യമായിട്ടൊന്നും അന്ന് ആ ബസ് നമ്മൾ പാത്രങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ആ പാത്രങ്ങളിൽ വേറെ സ്റ്റോക്ക് വരുന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഹെവിയാണ്. അപ്പോൾ അത് നല്ല കനമുള്ളതുകൊണ്ട് തന്നെ കൊണ്ടുപോകാനുള്ളതായതുകൊണ്ട് നമ്മൾ വാങ്ങുകയും ചെയ്തില്ല. സിറ്റി സെൻറ്ററിൽ നേരെ അങ്ങനെ പോന്നു. പിന്നെ നമ്മൾ ഗ്രോസറി ഷോപ്പിങ്ങിന് നമ്മൾ നെസ്റ്റോയിലാണ് പോയത്. അരിയൊക്കെ വാങ്ങാനുണ്ടായിരുന്നല്ലോ, അരി, പാല് നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്നുള്ളൊരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. അത് നമ്മൾ സ്ഥിരം വാങ്ങുന്നൊരു ഷോപ്പുണ്ട്, അത് ആ ഷോപ്പിൽ നിന്നാണ് പാല് വാങ്ങിയത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നൈറ്റ് ഡ്രൈവാണ്. രാത്രി സമയത്ത് ഇവിടെ ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല രസമാണല്ലോ കാണാൻ. അപ്പോൾ അതാണ് ഈ കാണുന്നത്, ടൗണാണ്. അങ്ങനെ നമ്മൾ നെസ്റ്റോയിലെത്തി. നെസ്റ്റോ എന്നുള്ള ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്ന വഴിക്ക് പാല് വാങ്ങിയതിന് ശേഷം മീൻ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്ഥിരം വാങ്ങുന്ന ആളുടെ കയ്യിൽ ഈ ഐറ്റം കണ്ട മീനൊക്കെ ഉള്ള കുറച്ച് വലിയ പോലത്തെ മീൻ. അപ്പോൾ എനിക്ക് മത്തി തന്നെ വേണമായിരുന്നു. അപ്പോൾ അത് പറഞ്ഞാൽ നമ്മളെന്താ ഈ ആളുടെ കയ്യിൽ മത്തി ഇല്ലാത്തതുകൊണ്ട് മത്തി വാങ്ങാറില്ല. അപ്പോൾ അവർ അപ്പുറത്തെ ആളുടെ കയ്യിൽ നിന്ന് അവർ തന്നെ വാങ്ങി തന്നു കേട്ടോ. മറ്റേ അവർ പണക്കണ്ടാവ് വിചാരിച്ചിട്ട് നമുക്ക് ഒരു വിഷമം പോലെ ഇങ്ങനെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് നിൽക്കുമ്പോൾ അവർ തന്നെ അടുത്ത ആളുടെ കയ്യിൽ നിന്ന് വാങ്ങി തന്നു. അങ്ങനെ ഞാൻ രാത്രിയിൽ ഒരു മത്തിക്കറി ഉണ്ടാക്കി. വെറുതെ മുളകും പൊടി ഇട്ടിട്ടുള്ളൊരു കറിയും വെറുതെ കുക്കുംബർ വെറുതെ കട്ട് ചെയ്തതും സാലഡ് ആക്കിയിട്ടൊന്നുമില്ല, അങ്ങനെ വെറുതെതും മത്തിക്കറിയും പൊറാട്ടയായിരുന്നു കേട്ടോ നമ്മുടെ രാത്രി ഭക്ഷണം. അപ്പോൾ മത്തിക്കറി ഉണ്ടാക്കുന്ന പ്രിപ്പറേഷനാണ് ഈ കാണുന്നത്. എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ സാദാ പുളിയാണ് ഇന്ന് എടുത്തത് കേട്ടോ, കുടംപുളി എല്ലാം എടുത്തത്. അപ്പോൾ മോള് നല്ല മുളകും പുളിയൊക്കെ ഇട്ടിട്ടുള്ള കറി വേണമെന്ന് പറഞ്ഞപ്പോൾ സാദാ പുളിയാണ് ഇട്ടത്. നമ്മുടെ നാട്ടിലൊക്കെ അത് തന്നെയാണ് അധികം ഉപയോഗിക്കുക. പിന്നെ നമ്മളിവിടെ വന്നതിന് ശേഷമാണ് കുടംപുളിയൊക്കെ ഇട്ടിട്ട് പഠിച്ചത് കേട്ടോ. അപ്പോൾ ഇന്ന് അതെല്ലാം കൂടി സാദാ പുളി വളംപുളി ഉണ്ടല്ലോ അതിട്ടിട്ടാണ് ഉണ്ടാക്കിയത്. മത്തി കുറേ ഉണ്ട്, തീർന്നിട്ടൊന്നുമില്ല. പിന്നെ തക്കാളി ഞാൻ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോസ് എല്ലാം കാണണം, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. വീഡിയോസ് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റായിട്ടൊക്കെ രേഖപ്പെടുത്തണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കൂടുതൽ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നമ്മളതിനെ അറിയിക്കണം. നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ അത് ഹെൽപ്പാവുമെന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മത്തിക്കറിയുടെ ഇത്. അപ്പോൾ ഞാൻ വേഗം രാത്രി കുറച്ച് സമയം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പൊറാട്ടയാണ്. നമ്മളവിടെ അടുത്തുള്ളൊരു കടയിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ. നല്ല പൊറാട്ടയാണ്. ഒരു പൊറാട്ടയ്ക്ക് 100 പൈസയാണ് ഇവിടെ. വലിയൊരു പൊറാട്ടയാണ്. നമ്മുടെ നാട്ടിലെ രുചിയൊക്കെ ഈ പൊറോട്ടയ്ക്ക് ഉണ്ട് കേട്ടോ. മലയാളി റെസ്റ്റോറൻറ്റ് തന്നെയാണത്. അത് ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് നിറയും, കാരണം വലിയ പൊറോട്ട ആയതുകൊണ്ട് തന്നെ. പിന്നെന്താ, ഇതാണ് നമ്മുടെ മത്തിക്കറിയുടെ ഫൈനൽ ലുക്ക്. ചെറിയ മത്തിയാണ്, ഒരു മത്തി ഇങ്ങനെ ഒരു ഉടയുന്ന പോലെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കാണുക. താങ്ക് യു ഓൾ.